ഇനി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് അടുത്ത ഒരു ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഇത് തുടക്കത്തില് നമ്മൾ ഈ പഴയ നിയമമൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഒരു രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പഴയ നിയമമൊക്കെ വായിക്കും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ 3-4 പോയിന്റ് നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ പറയുന്നത്. നമ്മളിപ്പോ ഇതില് പുറപ്പാടിന്റെ സമയത്ത് എന്താണ് മോശ ഈജിപ്തിൽ നിന്ന് ആളുകളെ പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അവിടെ എന്താണ് ആ സമയത്ത് ചെയ്തത്? പുറപ്പാട് 12-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഒരു കുഞ്ഞാടിനെ നമുക്ക് ആവശ്യമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ലാത്ത എല്ലാം വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ആടിനെയാണ് വേണ്ടത്. അതേപോലെ അതിന്റെ ഒരു ആൺകുട്ടിയായിട്ടുള്ള ആട്ടുംകുഞ്ഞായിരിക്കണം. അതിന്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞ് നമ്മുടെ എല്ലാം ഡോർ സ്റ്റെപ്സിൽ നമ്മൾ പുരട്ടേണ്ടിയിരിക്കുന്നു, അല്ല തളിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ നൈറ്റ് തന്നെ അതിന്റെ ഫ്ലഷ് അതിന്റെ ഇത് നമ്മൾ കഴിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ അത് പൗലോസ്ലീഹ പറയുന്ന 1 കൊരിന്തോസില് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ്ലീഹ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. For Christ, our partial lamb has been sacrificed. നമ്മുടെ പെസഹ കുഞ്ഞാട്, ക്രിസ്തുവായിട്ടുള്ള പെസഹ കുഞ്ഞാട് അവിടെ ബലി അർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇനി എന്നിട്ട് പറയുന്നത് ഈ പാസ് ഓവർ ലാംബ് ഇവര് വന്നിട്ടുള്ള ഇതിനെ കുഞ്ഞാടിനെ അവർ പറയുന്നത് ഈശോയാണ് എന്നുള്ളതാണ് അവരവിടെ പറയുന്നത്. കാരണം ഫ്ലഷ് നമ്മൾ കഴിച്ചു, അതിന്റെ ബ്ലഡ് നമ്മൾ കുടിക്കുന്നതുമാണ്. അതാണ് ജോൺ 6:55 നമ്മൾ പറയുന്നുണ്ട്. For my flesh is food indeed and my blood is drink indeed. അപ്പൊ ഇതാണ് ഈ ഒരു പഴയ നിയമത്തില് പറയുന്ന ചില കാര്യങ്ങൾ. ജനസസ് 22:2 ഇത് നടക്കുന്നത്. അത് ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കുകയാണ്. അത് പറഞ്ഞ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസത്തിന്റെ ഒരു മേഖലയാണ്. ദൈവം നമ്മളെ ഒരിക്കലും പ്രലോഭിപ്പിക്കില്ല, നമ്മളെ പരീക്ഷിക്കുകയാണ് ദൈവം ചെയ്യുന്നതോടെ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറയണ നിന്റെ ആദ്യപുത്രനെ തന്നെ ഓൺലി ബിഗോട്ടൻ സൺ, ബിക്കോസ് ഇസാക്കിന്റെ ഇതൊക്കെ നമുക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇസാക്ക് ജനിക്കാനുള്ളതിന്റെ റീസണും അത് എത്ര വൈകിട്ടാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ളതും അതിന്റെ അവരുടെ പെയിൻ എന്തായിരുന്നു എന്നൊക്കെ അറിയാം. അപ്പൊ ഈശോ പറയും, ദൈവം പറയാണ്, കർത്താവ് പറയാണ്, നീ അവനെ എനിക്ക് വേണ്ടി ബലി കഴിക്കുക എന്ന് പറയാണ്. അപ്പോ ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പൊ ഇവിടെ തീക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ആട്ടിൻകുട്ടി ഇല്ല. അപ്പൊ അത് എങ്ങനെയാണ് അത് ചെയ്യുക, അത് എങ്ങനെയാണ് ഓഫറിംഗ് നടത്തുക എന്ന് ചോദിക്കും. അബ്രഹാം റെസ്പോണ്ട് ചെയ്ത് എങ്ങനെയാണ്, God will provide himself the lamb for a burnt offering. ദൈവം തന്നെ ഒരു ആടിനെ, ഒരു കുഞ്ഞാടിനെ നമുക്ക് വേണ്ടിയിട്ട് ബലിക്കായിട്ട് നൽകുമെന്നാണ് അബ്രഹാം പറയുന്നത്. എന്നിട്ട് പറയണ ഇത് യോഹന്നാൻ 1:29 പറയുന്നു, ജീസസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ജീസസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. അപ്പൊ ഓഫേർഡ് ഇൻ സാക്രിഫൈസ് ഫോർ men and he is also the only begotten son of God. അബ്രാഹത്തിനും ഒരു കുഞ്ഞാണ് ഇതായിരിക്കുന്നത്. അത് ജോൺ 1:18 ഇത് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവരെ എന്താണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്നത് അൺലീവൻഡ് ബ്രെഡിനെ കുറിച്ച്, പുളിപ്പില്ലാത്ത അപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുമ്പോ നമ്മൾ അപ്പം ഒക്കെ പുളിപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ? ഇന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ ആവുള്ളൂ. ഇത് നമുക്ക് സമയമില്ല. ഇവിടെ ഇന്ന് രാത്രിയോടുകൂടെ പരിപാടി എങ്ങോട്ട് തീർക്കുകയാണ്, അപ്പോഴേ ഇതാവണം. അതുകൊണ്ടാണ് അൺലീവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒരു സ്റ്റോറി വന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലേക്കുള്ള പരിപാടിക്ക് സമയമില്ല. അപ്പൊ നിങ്ങളിപ്പൊ തന്നെ പുളിപ്പില്ലാത്ത അപ്പം, അതാണ് ഇതിന്റെ ഒരു എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു അർത്ഥം. In preparation for the Passover, God also command his people to eat unleavened bread. അത് പുറപ്പാട് 12:15 പറയുന്നുണ്ട്. Which was meant to symbolize the hurry with which they were fleeing Egypt. ആ തിടുക്കം, ഈജിപ്തിൽ നിന്ന് അവർക്ക് എന്താണ് പുറത്തേക്ക് പോകാനുള്ള ആ തിടുക്കം ഉണ്ടല്ലോ, അതിനെയാണ് ഇത് അടയാളമാക്കുന്നത്. അൺലീവൻ ബ്രെഡ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇട്ട് വയ്ക്കുമ്പോഴേക്കും പുളിപ്പുള്ള അപ്പമായിട്ട് മാറും. അതുകൊണ്ടാണ് അൺലീവൻ ബ്രെഡ് എന്ന് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ്. അതേപോലെ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും ഈ അൺലീവൻ ബ്രെഡിന്റെ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ആദ്യത്തെ ദിവസമാണ് പരിശുദ്ധ. ഇതെല്ലാം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്യു സുവിശേഷം 26-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്.
ഈശോ സ്ഥാപിക്കുന്ന, അതേപോലെ മർക്കോസ് സുവിശേഷം 14:12 പറയുന്നുണ്ട്. അപ്പൊ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ആ തിരുനാളിലാണ് ഈശോ ഇതെല്ലാം സ്ഥാപിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ, ഈ ശരിക്കും പറഞ്ഞ ഈ ഒരു 5 കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊന്ന് ട്രീ ഓഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ മെൽക്കിസദേക്കിന്റെ രീതിയിലുള്ള പരിശുദ്ധ കുർബാന, ബ്രെഡും വൈനും വെച്ചിട്ടുള്ള പരിശുദ്ധ കുർബാന രീതിയെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ നമ്മൾ ഈജിപ്തിൽ നിന്നും അവര് ചെയ്തത് തവരുന്നതിന്റെ തലേനാള്, മോശയുടെ നേതൃത്വ തലേനാള് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചതിനെ കുറിച്ചിട്ടും അതിലെ രക്തം കുഞ്ഞാടിന്റെ രക്തം അതിലെല്ലാം തളിച്ചതിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മളോട് പറഞ്ഞു. നാലാമത് നമ്മൾ സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും കാര്യമാണ്, മൊറിയ മലയിൽ വെച്ച് സംഭവിക്കുന്നത്. അഞ്ചാമത്തെയാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഇതിനെ കുറിച്ച് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഈ ഒരു 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പരിശുദ്ധ കുർബാനയുടെ ഒരു ഐഡിയ നമുക്ക് തരുന്നത്.